പ്രിയ 8ാം ക്ലാസ്സിലെ കുട്ടികൾ, ഇത്തവണത്തെ പരീക്ഷ 8ാം ക്ലാസ്സിലെ പരീക്ഷ കുറച്ചുപേരെയൊക്കെ വലച്ചു. കുറേ ചോദ്യരീതികളിൽ അല്പം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാനാണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്, യൂട്യൂബ് ക്ലാസ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ ഓരോരോ പാഠങ്ങളുടെ വീഡിയോ ക്ലാസ്സസ്, അതിനോടനുബന്ധമായിട്ട് ആ പാഠത്തിൽ ചോദിക്കാൻ സാധ്യത ചോദ്യങ്ങൾ, ഇതൊക്കെ ഈ പാഠത്തോടൊപ്പം നമ്മൾ പഠിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് 8ാം ക്ലാസ് ആയതുകൊണ്ട് 9, 10 ക്ലാസ്സുകളിലേക്ക് ഇതിൻ്റെ തുടക്കങ്ങൾ കൂടെ നമ്മുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. ഈ പ്രാവശ്യം നിങ്ങൾ കണ്ടിരുന്നു, കഴിഞ്ഞ എഴുതില്ലാത്ത സംഭാഷണം പൂരിപ്പിക്കൽ, പിന്നെ അങ്ങനെ ഫ്രേസൽ വർക്ക്, എഡിറ്റിംഗ് ഒക്കെ 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കുറേ പുതിയ ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ ഇമെയിൽ 7ാം ക്ലാസ്സിലുണ്ടായിരുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ, ഡയറി, ക്യാരക്ടർ സ്കെച്ച്, നോട്ടീസ്, ഇങ്ങനെയൊക്കെയുള്ള അനവധി ചോദ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. അതൊക്കെ നേരത്തെ കൂടി പഠിച്ച് നമുക്ക് മുഴുവൻ മാർക്കും മേടിക്കാനായിട്ട് നിങ്ങൾ ഈ ക്ലാസ് ഉപയോഗിക്കാം. നമ്മുടെ ഇത്തവണത്തെ അരക്കൊല്ല പരീക്ഷയുടെ നമ്മുടെ പോർഷൻ ആരംഭിക്കുന്നത് ദ ട്രെയിൽ ഓഫ് സയൻസ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്നാണ്. ആ പാഠത്തിൽ നിങ്ങൾ കുറേ സയൻറ്റിസ്റ്റുകളെ പരിചയപ്പെടുന്നുണ്ട്. ഒരു സി വി രാമനുണ്ട്, അതുപോലെ തന്നെ മേരി ക്യൂറി ഉണ്ട്, അതുപോലെ നമ്മുടെ ഈ അടുത്ത് മരിച്ച സ്റ്റീഫൻ ഹോക്കിങ്, അങ്ങനെ ഒരു 3, 4, 5, 6 സയൻറ്റിസ്റ്റുകളെ നമ്മൾ ഇവിടെ ടെക്സ്റ്റിൽ നിങ്ങൾ കാണാനായിട്ട് പറ്റും. നമ്മൾ ഇത്തരത്തിലുള്ള വലിയ വലിയ സയൻറ്റിസ്റ്റുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവരൊക്കെ തന്നെ ഇന്ത്യയിലും ദേശത്തുള്ളവരാണ്. നമുക്കൊരു കേരളത്തിലെ സയൻറ്റിസ്റ്റിനെ പരിചയപ്പെടേണ്ടേ? വേണം, തീർച്ചയായിട്ടും. അത്തരത്തിലുള്ള ഒരു സയൻറ്റിസ്റ്റുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കേരളത്തിലെ അജിത് പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിനെ, ഡോക്ടർ അജിത് പരമേശ്വരൻ എന്നുള്ള സയൻറ്റിസ്റ്റിനെ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഇൻ്റർവ്യൂയിലൂടെയാണ്. ആ ഇൻ്റർവ്യൂ ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ആ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പാഠത്തിൻ്റെ പേര്, ആ ഇൻ്റർവ്യൂവിൻ്റെ പേര് ടോക്കിംഗ് ഓഫ് സയൻസ് എന്ന് വെച്ചാൽ സയൻസിൻ്റെ സംഭാഷണം അല്ലെങ്കിൽ സയൻസിൻ്റെ സംസാരം എന്നാണ്. ഈ ഇൻ്റർവ്യൂവിൽ ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അജിത് പരമേശ്വരൻ, താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു യു. Everyone knows that scientists discover things, but what exactly do they do? പ്രിയപ്പെട്ട ഡോക്ടർ അജിത് പരമേശ്വരൻ, താങ്കളോട് സംസാരിക്കാനായിട്ട് കഴിഞ്ഞതിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയം താങ്കൾ തന്നതിൽ നന്ദി. ആ അവസരം വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എല്ലാവർക്കും അറിയാം, സയൻറ്റിസ്റ്റുകൾ ഡിസ്കവറാണ് ചെയ്യുന്നത്. ഡിസ്കവർ ചെയ്യുന്നത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഡിസ്കവറിൽ ഇൻവെൻറ്റും ഉണ്ട്. ഡിസ്കവർ ഉള്ളത് കണ്ടുപിടിക്കുമ്പോഴാണ് ഡിസ്കവർ എന്ന് പറയുക. ഇൻവെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കും. നമ്മൾ പറയാറുണ്ട്, കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക, കൊളംബസ് കണ്ടുപിടിച്ച അമേരിക്ക ഉണ്ടായിരുന്നു, അത് ഉണ്ടാക്കിയിരുന്നു പറഞ്ഞാൽ, അതുകൊണ്ട് അവിടെ ഡിസ്കവർ എന്ന് വെച്ചു. നേരെ മറിച്ച് ചാൾസ് ബാബേജ് ഇൻവെൻറ്റഡ് കമ്പ്യൂട്ടർ, അതുണ്ടായിരുന്നില്ല, പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ്. അപ്പം ഡിസ്കവറിൻ്റെയും ഇൻവെൻറ്റിൻ്റെയും ഒരേ അർത്ഥമാണ്, പക്ഷേ വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ് അത് ഉപയോഗിക്കുന്നത്. ഉള്ളത് കണ്ടുപിടിക്കുമ്പോൾ ഡിസ്കവർ എന്നും, പുതിയതായിട്ട് കണ്ടുപിടിക്കുമ്പോൾ, ഇല്ലാത്തത് കണ്ടുപിടിക്കുമ്പോൾ ഇൻവെൻറ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്കവർ എന്നുള്ള വാക്കാണ് നമ്മുടെ ഇവിടെ ടെക്സ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വാട്ട് എക്സാക്ട്ലി ഡു ദേ ഡു? ഈ സയൻറ്റിസ്റ്റ് എന്താണ് ശരിക്കും ചെയ്യുന്നത് എന്നായിരുന്നു ഒന്നാമത്തെ ചോദ്യം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതാണ്: വെൻ ഐ വാസ് ചിൽഡ്രൻ ദർ വർ നോ സയൻറ്റിസ്റ്റ് അറൗണ്ട് ഫോർ മീ ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. നിങ്ങളിപ്പോൾ ഈ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ആ ചോദ്യം ചോദിക്കാൻ എൻ്റെ ചുറ്റും അന്ന് ഇതിന് കേരളത്തിൽ സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിരുന്നില്ല. ബട്ട് ഈവൻ നൗ മൈ ഫ്രണ്ട്സ് സംടൈംസ് ആസ്ക് മീ ദ സെയിം. എന്നാൽ ഇപ്പോഴും ആ ചോദ്യം ഞാൻ കേൾക്കാറുണ്ട്. എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കൾ, ഹാഫ് ജോക്കിംഗ് ഹാഫ് സീരിയസ്, ഐ ഓഫ്റ്റൺ ലാഫ് ഇറ്റ് ഓഫ് ആൻഡ് ചേഞ്ച് ടോപ്പിക്. പലപ്പോഴും ഞാനതിനെ ചിലപ്പോൾ ഗൗരവമായിട്ട് വേണം, അല്ലെങ്കിൽ അതിനെ നിസ്സാരമായി കണ്ട് അതിന് ചിരിച്ച് തള്ളാറാണ് പതിവ്. എന്തായാലും നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയും. തൊട്ട് പിന്നാലെ ഇൻ്റർവ്യൂവർ അടുത്ത ചോദ്യം ചോദിച്ചത് ഇങ്ങനെയാണ്: മിസ്റ്റർ പരമേശ്വരൻ, ഹൗ വുഡ് യു ഡിസ്ക്രൈബ് വാട്ട് സയൻറ്റിസ്റ്റ് ഡു? എങ്കിൽ പറയൂ, ഈ സയൻറ്റിസ്റ്റുകൾ ചെയ്യുന്നതിനെ ഒന്ന് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റായിട്ടുള്ള അജിത്ത് പറയുകയാണ്, പ്ലീസ് കോൾ മീ അജിത്ത്. എന്നെ നീ പരമേശ്വരൻ എന്നങ്ങ് കൂട്ടി വിളിക്കണ്ട, അജിത്ത് എന്ന് വിളിച്ചു. ഐ തിങ്ക് എ ഗുഡ് ഡിസ്ക്രിപ്ഷൻ വുഡ് ബി ദാറ്റ് സയൻറ്റിസ്റ്റ് ക്രിയേറ്റ്. നോ,
സയൻറ്റിസ്റ്റുകൾ ചെയ്യുന്നത് അറിവ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അവർ അന്ധവിശ്വാസങ്ങളോ അബദ്ധവിശ്വാസങ്ങളോ ഒന്നും അവർ എന്ത് ചെയ്യാറില്ല, ജനങ്ങൾക്കിടയിൽ സ്പ്രെഡ് ചെയ്യാറില്ല. അവർ അറിവാണ്, സത്യമാണ് എന്ത് ചെയ്യുന്നത് ആൾക്കാർക്കിടയിലേക്ക് എത്തിക്കുന്നത്. ഓൾ ഹ്യൂമൻസ് ആൻഡ് ഈവൻ മെനി ആനിമൽസ് ആർ കൺസ്യൂമേഴ്സ് ഓഫ് നോളജ്. മനുഷ്യരും ഒരുപോലെ മൃഗങ്ങളും കൺസ്യൂമേഴ്സാണ്, ഉപഭോക്താക്കളാണ്. എന്തിൻ്റെ? അറിവിൻ്റെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. ഫാർമർ ഹാസ് ടു നോ വെൻ ടു സോ ആൻഡ് റീപ്പ്. ഒരു കൃഷിക്കാരൻ എന്താണ് ആദ്യമായിട്ട് അറിയേണ്ടത്? എപ്പോൾ വിതയ്ക്കണം, എപ്പോൾ കൊയ്യണം. അപ്പോൾ അവർക്കും അറിവിൻ്റെ ആവശ്യമുണ്ട്. എ വെജിറ്റബിൾ വെൻഡർ നീഡ്സ് ടു ഡു സം അരിതമെറ്റിക്. ഒരു പച്ചക്കറി വിൽക്കുന്ന വെൻഡർ എന്താണ് അയാൾക്ക് വേണ്ടത്? അയാൾക്ക് വേണ്ടത് അത്യാവശ്യം കൂട്ടാനും കുറയ്ക്കാനും കുടിക്കാനൊക്കെ അറിയണം. അതിനാണ് അരിതമെറ്റിക് എന്ന് പറയുന്നത്. അതറിയണം, അയാളുടെ ഹെഡിൽ അതിട്ടായിരിക്കും. ആൻഡ് an engineer needs to know, for example, how to design bridge that can hold required load. അതുപോലെ ഒരു എഞ്ചിനീയർ ഒരു ബ്രിഡ്ജ് പണിയുമ്പോൾ, ഒരു പാലം പണിയുമ്പോൾ ആ പാലം എത്ര ഭാരം താങ്ങും എന്നുള്ള കണക്ക് അയാൾക്ക്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: വാട്ട് മെയ്ഡ് യു ഇൻട്രസ്റ്റഡ് ഇൻ ദ ക്രിയേഷൻ ഓഫ് നോളജ്? ഈ അറിവ് സൃഷ്ടിക്കുക എന്നുള്ള കാര്യം പറഞ്ഞല്ലോ, സയൻറ്റിസ്റ്റുകളുടെ പണിയതാണല്ലോ. അത് അങ്ങനെ ഒരു കാര്യം താങ്കൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ കാരണം എന്താ? ഡിഡ് സംതിങ് സ്പാർക്ക് യുവർ ക്യൂരിയോസിറ്റി അബൌട്ട് ദ നാച്ചുറൽ വേൾഡ്? ഈ ചുറ്റുപാടുമുള്ള ലോകത്തിൽ ഇത്രയ്ക്ക് ക്യൂരിയോസിറ്റി താങ്കൾക്ക് തോന്നാനും അറിവ് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ താങ്കൾക്ക് ഉണ്ടാവില്ലേ? താങ്കൾ സയൻറ്റിസ്റ്റ് ആവണം, എന്താ കാരണം? അപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള അജിത്ത് പറയാണ്, വെൻ ഐ വാസ് എ ചൈൽഡ് എ ഫാസിനേറ്റിംഗ് ബുക്ക് ഇൻ മലയാളം. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം അദ്ദേഹം കണ്ടു. ആ പുസ്തകത്തിൻ്റെ പേര് ഇങ്ങനെയാണ്: എന്തുകൊണ്ട് 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 എന്നുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു ബുക്കായിരുന്നു അത്. വൈ ഈസ് ഇറ്റ് സോ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ. വാസ് പബ്ലിഷ്ഡ് ബൈ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഒരു ലോക്കൽ ലൈബ്രറി ഹാഡ് എ കോപ്പി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള വായനശാലയിൽ ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു. ആ പുസ്തകം വായിച്ചതാണ് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനൊരു സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ കടന്നു വരാനായിട്ടുണ്ടായ കാരണം. ദ ബുക്ക് എക്സ്പ്ലെയിൻഡ് മെനി ഇൻട്രസ്റ്റിംഗ് ഫിനോമിന ഓഫ് നാച്ചുറൽ വേൾഡ് ടു ദ ക്യൂരിയസ് റീഡർ. നല്ല ഒരു ക്യൂരിയസ് ആയിട്ടുള്ള, നല്ലൊരു ജിജ്ഞാസയുള്ള ഒരു വായനക്കാരന് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ടായിരുന്നു. ഈവൻ നൗ ബുക്സ് റിമെയിൻ എ സോഴ്സ് ഓഫ് റിലയബിൾ ഇൻഫർമേഷൻ. ഇപ്പോഴും കുട്ടികൾക്ക് വലിയ പുസ്തകങ്ങൾ ഒരു എന്താ പറയുക, വളരെ വിശ്വസിക്കാവുന്ന ഒരു വിവരങ്ങളുടെ ഒരു ശേഖരമാണ്. നിങ്ങൾ ഇന്നത്തെ ഓൺലൈൻ ഗൂഗിൾ ഇതൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിവരങ്ങളൊക്കെ കിട്ടും. പക്ഷേ എങ്കിലും പുസ്തകങ്ങളുടെ ആ ലോകം കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണ് എന്നാണ് നമ്മുടെ ശാസ്ത്രജ്ഞൻ്റെ പക്ഷം. അൺലൈക്ക് മോസ്റ്റ് ഓഫ് ദ ഇൻഫർമേഷൻ വി ഗെറ്റ് ഓൺലൈൻ. അദ്ദേഹം ഓൺലൈൻ ഇൻഫർമേഷനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നേയില്ല. പുസ്തകങ്ങളെയാണ് അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് ഒരു സംശയം വരും. പുസ്തകങ്ങളിൽ നിന്ന് നമുക്കെപ്പോഴും കുറച്ചും കൂടെ ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. നമുക്ക് ചോദിക്കാം, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് തെറ്റാണെന്നൊന്നുമില്ല. അതിൽ നിന്ന് പലപ്പോഴും ചിലപ്പോൾ തെറ്റായ അറിവുകളും അതിൽ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾ കിട്ടാറുണ്ട്. പുസ്തകവും ഗൂഗിളിലെ ഇൻഫർമേഷനൊക്കെ ഈ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് നമ്മൾ തന്നെയാണ്. പക്ഷേ അത് കൂടുതൽ ബുക്കുകളെന്ന് വെച്ചാൽ ഒരുപാട് അതിനെ നമ്മൾ കൃത്യമായ അതിനെ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ആ ബുക്കുകൾ അച്ചടിക്കുക. ഗൂഗിളിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് വയ്ക്കാം. അടുത്ത ചോദ്യം: ബട്ട് അജിത്, ഈവൻ നൗ ഡിസ്പൈറ്റ് ഓൾ ദ ഇൻഫർമേഷൻ അവൈലബിൾ ആർ ദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് റിമെയിൻ അൺആൻസർഡ്? ഈ ചോദ്യത്തിൻ്റെ അർത്ഥം നല്ല ഒരു ചോദ്യം കൂടിയാണ്. ഇന്നും നമ്മുടെ ഈ ലോകത്ത് ഉത്തരം കണ്ടെത്താത്ത പല ചോദ്യങ്ങളുമുണ്ട്. നിങ്ങളതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? അജിത്ത് പറഞ്ഞു, കണ്ടൗട്ടല്ലേ, എന്താ സംശയം, ഞങ്ങൾ ശാസ്ത്രജ്ഞന്മാരുടെ പണി തന്നെതാ. ഈ ഭൂമിയിൽ ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് എല്ലാ ശാസ്ത്രജ്ഞരുടെയും എൻ്റെയും ലക്ഷ്യം. We still don't have very good answers to many important questions that concerns us. ഇനിയും ഉത്തരം കണ്ടെത്താത്ത ഒരുപാട് ചോദ്യങ്ങൾ, ഫിനോമിന, പ്രതിഭാസങ്ങൾ ഒക്കെ ഉണ്ട്. ഞങ്ങളത് ഫോർ എക്സാമ്പിൾ ഇത് പറയുന്നുണ്ട്: വാട്ട് ആർ ദ റിയൽ റീസൺസ് ഫോർ ദ ഇൻക്രീസിങ് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്സ് ഇൻ കേരള? ആനിമൽ ഹ്യൂമൻ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് മൃഗങ്ങൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മനുഷ്യനുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടുന്നുണ്ട്. എന്താ അതിൻ്റെ കാരണം? ശാസ്ത്രീയമായിട്ടുള്ള അതിൻ്റെ കാരണം ഞങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. Why do we have so many more extreme weather events such as flash floods and landslides?
നിങ്ങളുടെ 8ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ പാഠത്തിൽ തന്നെ ഒരു ലാൻഡ് സ്ലൈഡ്, ഒരു മണ്ണിടിച്ചലിൻ്റെ ഒരു പാഠം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ തുടർച്ചയാണിത്. മാഷിൻ്റെ സമയത്തൊന്നും ഇത്രയധികം ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നില്ല, ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഇത് ബ്ലോക്കിൽ വെള്ളപ്പൊക്കം. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളൊന്നും ഞങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ കോൺടാക്സ്റ്റിലാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ പല പല അസുഖങ്ങൾക്കുള്ള കേരളത്തിലാണെങ്കിൽ പെട്ടെന്ന് സുപ്രഭാതത്തിൽ മസ്തിഷ്കജ്വരം ഇപ്പോൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ വൈറൽ ഫീവർ, മഴക്കാലത്ത് ചിക്കൻ പോക്സ്, ഇങ്ങനെയൊക്കെ പല പല അസുഖങ്ങളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു. വൈറസ് കാരണമായിട്ടുള്ള ഇതെന്തുകൊണ്ടാണ് അതും ഞങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനും കണ്ടെത്താനൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങളുടെ പരിഗണനയിൽ, ഞങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അൺആൻസേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും അനവധി ഉണ്ട് എന്ന് അദ്ദേഹം അവിടെ പറയാം. It is said that curiosity is at the heart of science. What is curiosity? So, ഒരു സയൻസിൻ്റെ ഹാർട്ട്, ഹൃദയം എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റിയാണ്, അറിയാനുള്ള ആഗ്രഹം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നല്ലൊരു ചോദ്യമാണ്. അതിന് നമ്മുടെ ഡോക്ടറിൻ്റെ ഒരു മറുപടി നോക്കൂ നിങ്ങൾ. ക്യൂരിയോസിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ എ ഗുഡ് സയൻറ്റിസ്റ്റ്. ഇറ്റ് ഡ്രൈവ്സ് ദ ക്വസ്റ്റ് ഫോർ നോളജ്. അറിവിലേക്കുള്ള അറിവിൻ്റെ ത്വരയാണ് നിങ്ങളെ സയൻറ്റിസ്റ്റാണ്. ഒരു ആപ്പിൾ തലയിലേക്ക് വീണപ്പോഴാണ് നമ്മുടെ ഐസക് ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇത് താഴേക്ക് വരാതെ മുകളിലേക്ക് എന്തുകൊണ്ട് പോയില്ല എന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാനായിട്ട് അന്ന് തോന്നിയത് വലിയൊരു തിയറി കണ്ടുപിടിക്കാനായിട്ട് കാരണമായി. ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പോൾ ആ ഒരു അറിയാനുള്ള ആഗ്രഹം, എന്തുകൊണ്ട് ആപ്പിൾ falling down, not going up എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് വന്നതാണ് ഇങ്ങനൊരു സയൻസ്, ഒരു പുതിയൊരു തിയറി കണ്ടുപിടിക്കാനായിട്ട് കാരണം. While children naturally ask questions, adults often do because they don't care. മിക്കവാറും ചോദ്യങ്ങൾ അധികവും ചോദിക്കാൻ കുട്ടികളാണ്. അവർക്ക് അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ അറിയുന്നതിലൊരു കുഴപ്പമില്ല. മുതിർന്നവർ ചോദ്യങ്ങൾ ചോദിക്കില്ല. ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്നറിയോ? അവരുടെ ഇഗ്നോറൻസ് മറ്റുള്ളവരുടെ അറിവുകളും പേടിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സയൻറ്റിസ്റ്റ് പറയാണ്, ചോദ്യങ്ങൾ കൂടുതലും കുട്ടികളുടെ ഭാഗത്തുനിന്നാണ്. മുതിർന്നവർക്ക് അറിയാത്ത അനവധി കാര്യങ്ങളുണ്ട്, പക്ഷെ അവരത് ചോദിക്കില്ല, പേടിയുണ്ട്. മറ്റുള്ളവർ സ്വന്തം അറിവില്ലായ്മ അറിയും എന്നുള്ളത്. സയൻറ്റിസ്റ്റ് however most retain the childlike curiosity and admit their ignorance. സയൻറ്റിസ്റ്റുകൾ എങ്ങനെയായിരിക്കണം? കുട്ടികളുടെ പോലെയാണ്. അവർക്ക് അവരുടെ എന്തൊക്കെ അറിയാത്തതുണ്ടോ അതൊക്കെ അറിയാനും അതേക്കുറിച്ച് ചോദിക്കാനൊക്കെ ഉള്ളൊരു മനസ്സ് അവർ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്യൂരിയോസിറ്റി അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മതി. അതുകൊണ്ടാണ് സയൻസിൻ്റെ ഹാർട്ടാണ് ക്യൂരിയോസിറ്റി എന്ന് പറയാനായിട്ട് കാരണം. ക്യാൻ ഡ്രൈവ് ദം ടു ഡിസ്കവർ ദ ട്രൂത്ത്. അവർ ഫോൾസ് അല്ല, അൺട്രൂത്ത് അല്ല കണ്ടുപിടിക്കുന്നത്, ട്രൂത്താണ് സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും പലരും പല അസത്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ അസത്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരം ആരുടെ കയ്യിലുണ്ട്? സയൻസിൻ്റെ കയ്യിലുണ്ട്, സയൻറ്റിസ്റ്റുകളുടെ കയ്യിലുണ്ട്. ഓഫ് കോഴ്സ് ക്രിയേറ്റിംഗ് ന്യൂ നോളജ് ഓൾസോ റിക്വയർസ് എ സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഓൾറെഡി നോ. നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ള ഒരു കൃത്യമായ അറിവാണ് നിങ്ങളെ കൂടുതൽ അറിവിലേക്ക് എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്. ആസ് ന്യൂട്ടൺ സെഡ്, ന്യൂട്ടൺ പറഞ്ഞത് നിങ്ങളോർക്ക് ഐസക് ന്യൂട്ടൺ, നമ്മുടെ ഭൂഗുരുത്വ ആകർഷണ ബലം കണ്ടുപിടിച്ച ഐസക് ന്യൂട്ടൺ എന്ന ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് പറഞ്ഞത്, നിങ്ങൾക്ക് ദൂരെ കാണാനുണ്ടെങ്കിലും നിങ്ങൾ ഇതിൽ എങ്ങനെ നോക്കണം? ഇഫ് ഐ ഹാവ് സീൻ ഫാർദർ ഇറ്റ് ഈസ് ബൈ സ്റ്റാൻഡിങ് ഓൺ ദ ഷോൾഡർ ഓഫ് ജയൻസ്. ദൂരെയുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ ഒരു ജയൻറ്റിൻ്റെ മുകളിൽ കയറിയിട്ട് വേണമെങ്കിൽ ഇനിയും ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ. കാരണം ആ ജയൻറ്റ്, ആ ബേസിക് അറിവ് നിങ്ങളുടെ ഉള്ളിൽ വെച്ചിട്ട് വേണം കൂടുതൽ അറിവുകൾ നേടാൻ. അല്ലാണ്ട് ഒന്നുമില്ലാതെ, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാതെ നിങ്ങൾ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകരുത്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള നോളജ് നിങ്ങൾ കീപ്പ് ചെയ്യണം. അതായത് നിങ്ങൾ എന്തറിയുമ്പോഴും നമുക്ക് ആർക്കും തോമസ് ആൽവാ എഡിസനെ പോലെ സ്കൂൾ പഠിത്തം നിർത്തി സയൻറ്റിസ്റ്റ് ആവാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾ മിനിമം ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ആ ജൈൻറ്റിൻ്റെ മുകളിൽ വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട്, കൂടുതൽ അറിവുകൾ എന്ത് ചെയ്യാനായിട്ട്, നേടാനായിട്ട് എന്നുള്ളൊരു സന്ദേശം ഇതിലുണ്ട്. You will agree, Ajit, that we need more scientists. What then are the qualities of a good scientist? ഇവിടെ നമ്മൾക്ക് ഇത്ര തരം നമ്മുടെ ഇൻ്റർവ്യൂവിൽ നിന്ന് നമുക്ക് ഉരുത്തിരിഞ്ഞു വന്ന എസൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നമുക്ക് ആരുടെ ആവശ്യമുണ്ട്? സയൻറ്റിസ്റ്റുകളുടെ ആവശ്യം നമുക്ക് രാജ്യത്തുണ്ട്. റിസർച്ച് സെൻ്ററുകളുടെ ആവശ്യം നമുക്ക് ആവശ്യമുണ്ട്. ഗവേഷണ സ്ഥാപനങ്ങളുടെ ഇമ്പോർട്ടൻസ് നമുക്ക് ആവശ്യമുണ്ട്.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യു വിൽ അഗ്രി അജിത് ദാറ്റ് വി നീഡ് മോർ സയൻറ്റിസ്റ്റ്. വാട്ട് ദെൻ ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സയൻറ്റിസ്റ്റ്? അപ്പോൾ ഒരു നല്ല സയൻറ്റിസ്റ്റ് വേണം എന്നുള്ളതിൽ തർക്കമില്ല. എങ്കിൽ ഒരു നല്ല സയൻറ്റിസ്റ്റിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? നോക്കൂ, എന്തൊക്കെയാണ് ക്വാളിറ്റീസ്? ആസ്പയറിംഗ് സയൻറ്റിസ്റ്റ് നീഡ് ടു മാസ്റ്റർ റിസർച്ച് ടെക്നിക്സ്. ഈ സയൻറ്റിസ്റ്റുകൾ ഗവേഷണത്തിൻ്റെ ടെക്നിക്കുകൾ അവരെന്ത് ചെയ്യണം? പഠിച്ചു വയ്ക്കണം, മാസ്റ്റർ ചെയ്ത് വയ്ക്കണം. ദേ നീഡ് ടു ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്. യഥാർത്ഥ ചോദ്യങ്ങൾ, കാതലായ ചോദ്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആൻഡ് കണ്ടക്ട് കെയർഫുൾ എക്സ്പീരിയൻസ്. അവർ വളരെ ശ്രദ്ധയോടുകൂടിയുള്ള പരീക്ഷണങ്ങൾ നടത്തണം. ആ പരീക്ഷണങ്ങൾ ഒരിക്കലും അബദ്ധത്തിൽ കൊണ്ട് കലാശിക്കരുത്. ഒരു വൈറസും അവരുടെ ഗവേഷണശാലയിൽ നിന്ന് പുറത്തേക്ക് ചാടാനായിട്ട് പാടില്ല. പിന്നെ അറ്റ് ലോജിക്കൽ ആൻഡ് അണ്ടർസ്റ്റാൻഡ് കണ്ടു ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ള യുക്തിസഹമായിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ അവരെന്ത് ചെയ്യണം? എത്തും വേണം. ക്രിട്ടിക്കലി ഇവാലുവേറ്റിംഗ് ഓൾ ദ എവിഡൻസ്. എ ഗുഡ് സയൻറ്റിസ്റ്റ് ഈസ് ഓൾവേസ് ഡൂയിങ് റിസർച്ച് പെർഹാപ്സ് ഈവൻ ഓൺ ഹെർ ഡെത്ത്. ഒരു നല്ല സയൻറ്റിസ്റ്റ് മരിക്കുന്ന നിമിഷത്തിൽ പോലും അവർ ഗവേഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ഡെത്ത് ബെഡിലാണെങ്കിൽ പോലും, മരിക്കാൻ കിടക്കണമെങ്കിൽ പോലും സയൻറ്റിസ്റ്റുകൾ എപ്പോഴും പരീക്ഷണത്തിൽ മുഴുകിയേയിരിക്കണം. ഇതൊക്കെയാണ് ഒരു നല്ല സയൻറ്റിസ്റ്റ്. ഈ സംഭാഷണത്തിൻ്റെ ഈ ഇൻ്റർവ്യൂവിൻ്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ അജിത്തിനോട് ചോദിക്കുന്ന സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റൻ എന്താണ്? അജിത്, ഹു ഇൻ യുവർ ഒപ്പീനിയൻ ക്യാൻ ബിക്കം എ സയൻറ്റിസ്റ്റ്? ഒരു കാര്യം കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഒരാൾക്ക് സയൻറ്റിസ്റ്റ് ആവണം. ആർക്കാണ് ഒരു സയൻറ്റിസ്റ്റ് ആവാനായിട്ട് കഴിയുക താങ്കളുടെ അഭിപ്രായത്തിൽ? നോട്ട് എവരിവൺ ക്യാൻ ബിക്കം എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്, ബട്ട് എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ക്യാൻ കം ഫ്രം എനിവൺ. സോ ഐ വുഡ് സേ എനിവൺ ക്യാൻ ബിക്കം എ സയൻറ്റിസ്റ്റ്. എനിവൺ ക്യാൻ ഡാൻസ് എന്ന് പറയാറുണ്ട് നമ്മൾ ഷാജി ഖാൻ. അതുപോലെ അദ്ദേഹം പറയാണ്, എല്ലാവർക്കും ആർക്ക് വേണമെങ്കിൽ എന്താവാൻ പറ്റും? സയൻറ്റിസ്റ്റ് ആവാൻ പറ്റും. ഉള്ളിൽ എന്ത് വേണം? ക്യൂരിയോസിറ്റി ഉണ്ടാവണം. അവർ റൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ബേസിക്കായിട്ട് ഉള്ള ഒരു ക്വാളിഫിക്കേഷനും അവർ നേടിക്കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതകൾ ഇനിയും കൂടും. അവസാനം ഒറ്റ ചോദ്യം നോക്കൂ. ഫൈനലി അജിത്, വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു യങ്സ്റ്റേഴ്സ്? ഇത് കേൾക്കുന്ന നിങ്ങൾക്കുള്ള സന്ദേശം കുട്ടികൾക്ക് അല്ലെങ്കിൽ സയൻസിനോട് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ? അദ്ദേഹം പറഞ്ഞെന്താ? ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഫോളോ യുവർ ഇൻട്രസ്റ്റ്. ഒരിക്കലും മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് പുറകെയല്ല നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ മനസ്സ് പറയുന്നതെന്തോ അതിൻ്റെ പിന്നാലെ നിങ്ങൾ എന്ത് ചെയ്യുക? പോവുക. നിങ്ങളുടെ അടുത്ത ഇഷ്ടങ്ങളുടെ പുറകെ, പാഷൻ്റെ പുറകെ നിങ്ങൾ പോവുക. കൂടെ വർക്ക് ഹാർഡ്, കഠിനമായി എന്ത് ചെയ്യുക? ജോലി ചെയ്യുക. ഐ വുഡ് അർജ് യു ടു ഫോളോ യുവർ ഇൻട്രസ്റ്റ് സീരിയസ്ലി. ഞാനും അജിത്തും ഒരേ കാര്യം പറയുന്നത്, നിങ്ങളുടെ താല്പര്യങ്ങളുടെ പുറകെ. നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ ടീച്ചറോ നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചെക്കനോ ഇതൊന്നും ചെയ്യുന്ന കാര്യങ്ങളല്ല നിങ്ങൾ പിന്നോട്ട് അവരുടെ പിന്നാലെ എന്തെങ്കിലും കൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങൾ പിന്തുടരുക. ഓഫ് കോഴ്സ് യു വിൽ ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. തീർച്ചയായിട്ടും നമുക്ക് അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ടി വരും. പക്ഷെ കഷ്ടപ്പെടാനായിട്ട് തയ്യാറാവും. അവസാനം പറഞ്ഞ കാര്യമാണ് വർക്ക് ഹാർഡ്. ഇഫ് യു ഡു വർക്ക് ഹാർഡ്, ഐ സ്ട്രോങ്ലി ബിലീവ് ദർ ഈസ് എ പ്ലേസ് ഫോർ എവരി വൺ. നിങ്ങൾ കഠിനമായി ജോലി ചെയ്താൽ, കഠിനമായി പ്രയത്നിച്ചാൽ നിങ്ങൾ നാളത്തെ സയൻറ്റിസ്റ്റായി. നമ്മുടെ പാഠഭാഗത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഏതൊക്കെ ചോദ്യങ്ങളെന്ന് മാഷ് പറഞ്ഞു. ഇതിൽ ഒന്നും കൂടെ പറയാം. ഈ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, ഇതിൻ്റെ ഈ പാഠത്തിൽ ചിലപ്പോൾ അജിത് പരമേശ്വരൻ്റെ പ്രൊഫൈൽ വന്നേക്കാം ഒരു ചോദ്യം. ഇതിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇതിൽ തന്നെ പഴയ പാഠഭാഗത്തു നിന്ന് മാറി നോട്ടീസ് എന്ന് പറയുന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ആ നോട്ടീസിൻ്റെ ഫോർമാറ്റിൽ ചെറിയ ചേഞ്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ സയൻസ് ക്ലബിൻ്റെ പരിപാടിക്ക് ആരെ ക്ഷണിച്ചു? അജിത് പരമേശ്വരനെ അത് ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിച്ചു. ആ ഒരു നോട്ടീസ് തയ്യാറാക്കാൻ ഒരു ചോദ്യമുണ്ട്. എൻ്റെ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ അരക്കൊല്ല പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യം, അതായത് നിങ്ങൾ അജിത് പരമേശ്വരൻ്റെ ഈ ഇൻ്റർവ്യൂ വായിച്ചു, അദ്ദേഹത്തിന് ഒരു മെയിൽ ഐക്കൺ തീരുമാനിച്ചു, ഇമെയിൽ. ആ ഇമെയിൽ എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുക? ആർക്കൊക്കെയാണ് ആ ചോദ്യം വേണ്ടത്? അവർ പറയും. ആ ചോദ്യം നിങ്ങൾക്ക് ഞാൻ അയച്ചു.